സംസ്ഥാനത്തെങ്ങും തദ്ദേശ ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. അവശേഷിക്കുന്ന ഒരു മണിക്കൂർ അധികം സമയം അവിടെ കൊട്ടിക്കലാശത്തിനുള്ള ആവേശമാണ്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നാണ്. ആനാടുണ്ട് വി വി അരുൺ നെടുമങ്ങാടിൻ്റെ യാത്ര ചെയ്ത് ആനാടേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? ആനാടെ ചിത്രം എങ്ങനെയാണ്? നമുക്ക് ഓരോയിടത്തെയും സാഹചര്യങ്ങൾ പരിശോധിച്ച് പോകാം. നഗരത്തിൻ്റെ പൊതുചിത്രങ്ങൾ പറഞ്ഞു. തെക്കൻ ജില്ലകളിലെ ഗ്രാമമേഖലകളുടെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ്? കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയവുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പരിശോധിച്ച സ്വർണ്ണക്കടത്ത്, ക്ഷേമ പെൻഷൻ, രാഹുൽ മാങ്കൂട്ടം, ഈ 3 വിഷയങ്ങളുടെ ഒരു പ്രതിഫലനം ജനങ്ങളിൽ നിന്ന് എങ്ങനെയുണ്ടാവും? തീർച്ചയായിട്ടും ഇവിടെ കുറച്ചുകൂടി ആനാട് നേരത്തെ എത്തുന്ന നെടുമങ്ങാട് പുലിപ്പാറ വാർഡ് ആ ഭാഗത്തെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ആവേശം കൂടുതലാണ്. ഈ ഒരു ആനാട് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് 3 പാർട്ടികളുടെയും പ്രവർത്തകരും അവരുടെ പ്രചരണ വാഹനങ്ങളും ഒക്കെ ഇവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ പേരൂർക്കട ജംഗ്ഷനിലും എപ്പോഴും കാണുമ്പോൾ തിരുവനന്തപുരത്ത് തരത്തിലുള്ള ഒരു പ്രചരണ കോലാഹലം ഇവിടെ ഉണ്ട്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പ്രവർത്തകരും ഇവിടേക്ക് എത്തുന്നുണ്ട്. മലയോര മേഖലകളിൽ ഇത്തവണ മലയോര മേഖലയാണ് സ്വാഭാവികമായി. നെടുമങ്ങാട്, ആനാട് മേഖലകളൊക്കെ തലസ്ഥാനത്തിന്റെ മലയോര മേഖലകൾ കൂടിയാണ്. അവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ചയായേക്കാം. മലയോര മേഖല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാന വ്യാപകമായി ഈ വന്യജീവി സംഘർഷവും ഒക്കെയാണ്. അത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ചയാകും. മലയോര മേഖലയിലെ യാത്രാ സൗകര്യം, ഇവിടെ വലിയൊരു റോഡ് നിർമ്മാണം നമ്മൾ ഈ കരകുളം ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. ഈ വരുന്ന വഴിക്കൊക്കെ അവിടെ പുതിയ റോഡ് വരുന്നുണ്ട്. അത് ഓട്ടായി മാറുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. വികസനവും ക്ഷേമവും മാത്രമല്ല മറ്റു കാര്യങ്ങളും ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകണമെന്നാണ് BJPയും കോൺഗ്രസും അടക്കം ആഗ്രഹിക്കുന്നത്. BJPയുടെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അതൊരു മത്സരം തന്നെയുണ്ട്. വാഹനങ്ങളുടെ വേഗത്തിലുമൊക്കെ നമുക്ക് അവിടെ ദൃശ്യമാണ്. BJPയുടെ പ്രകടനത്തിലേക്ക് ഇപ്പോൾ CPMന്റെ ഒരു പ്രചരണ വാഹനം കടന്നു വരുന്നുണ്ട്. ആവേശമുള്ള പൊതുവിധി ഭാഗത്ത് നമുക്ക് കാണാനാകുന്നത് വലിയ ശബ്ദ കോലാഹലമാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ ഒരു വാശിയും ഒക്കെ നമുക്ക് നേരത്തെ പോയ സ്ഥലത്തേക്കാൾ കുറച്ചുകൂടി നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. BJPയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ അണിനിരക്കുന്നുണ്ട്, ഈ പ്രകടനത്തിൽ അണിനിരക്കുന്നുണ്ട്. ആനാട് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് ഈ മേഖലയിലെ സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശത്തിൽ അവർ പങ്കെടുക്കുന്നത്. സ്ഥാനാർത്ഥികളൊക്കെയാണ് ഈ വാദ്യമേളങ്ങളുടെ പുറത്തു വരുന്ന സ്ഥാനാർത്ഥികളാണ്. വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് ശ്രമിക്കാം. ശബ്ദമുള്ളതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളാണ് എല്ലാവരും. എങ്ങനെയുണ്ട്? ഏത് വാർഡ് മത്സരിക്കുന്നത്? എങ്ങനെയുണ്ട്? ഒരു പ്രചരണമൊക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വീടുകളിലും പോകുമ്പോൾ എന്താണ് ആളുകളുടെ ഒരു റെസ്പോൺസ്? എന്താണ് അവരുടെ പ്രതികരണം? ഏത് വിഷയമാണ് അവർ ചർച്ച ചെയ്യുന്നത്? അവർക്ക് മാന്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന 2 പാർട്ടിക്കാരും ഒന്നും ചെയ്യുന്നില്ല. സാധാരണപ്പെട്ടവർക്ക് ഒരു കാര്യവും വീടുകളിൽ കിട്ടുന്നില്ല. അതാണ് അവരുടെ പരിപാടി. പക്ഷേ മോഡി സർക്കാർ 100ഓളം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് ജനങ്ങളെ വീടുകളിൽ എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ സർക്കാർ തരുന്നുണ്ടോ? അപ്പൊ എന്താണപ്പോ ഈ പെൻഷൻ കിട്ടുന്ന സർക്കാരിന് വോട്ട് കൊടുക്കരുതെന്നാണ് BJP ഒക്കെ പറയുന്നത്. എന്താണ് അത് ചെയ്യുന്നത്? ഇതെന്താണ് BJPയുടെ പ്രകടനത്തിൽ നടക്കുന്നത്? BJP പ്രവർത്തകയാണോ? ശബരിമലയിലെ സ്വർണം മോഷണം പോയത് അറിഞ്ഞായിരുന്നോ? ശബരിമലയിലെ സ്വർണം മോഷണം പോയത് അറിഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞു അയ്യപ്പന്റെ മോശമേ പിടിക്കൊണ്ടു ഞാൻ അത് 3 പിടിക്കുകയും ചെയ്തു. അതിന് ആളുകളൊക്കെ പിടിച്ചോ? ജയിലിലാവൂ? അത് വലിയ പിടികളൊക്കെ എങ്ങനെ പൊക്കിട്ടാണ് പെൺകളെയൊക്കെ കിട്ടൂല. കൂടുതൽ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇത് BJPയുടെ ഒരു പ്രകടനത്തിന് വൃദ്ധയാണ്. അവർക്ക് സ്വാഭാവികമായി പെൻഷനൊക്കെ ലഭിക്കുന്നത്. പക്ഷേ അവർക്ക് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു BJPയുടെ ഭാഗമായി അവർ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകളടക്കമുള്ള സ്ഥാനാർത്ഥികളുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? എന്താണ് ആളുകൾ പൊതുവിൽ
മാമാങ്കൂട്ടം വിഷയമൊക്കെ? ഇതാണ് പല വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ചർച്ചയാകുമെന്ന പ്രതീക്ഷയിലാണ് BJP-യുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ ഉള്ളത്. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം ദൃശ്യങ്ങൾ നോക്കുക. ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. നഗരമേഖലകൾ, ഗ്രാമമേഖലകൾ, അങ്ങനെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുപ്പ് ആവേശമാണ്. അവസാന ഘട്ടത്തിലേക്കാണ്. ഇതാ നോക്കൂ, പത്തനാപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാവുന്നു മനസ്സിലാക്കുന്നു. അവിടെ KB ഗണേഷ് കുമാർ മന്ത്രി തന്റെ മണ്ഡലത്തിൽ